കോഴിക്കോട്ടെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭയുടെ തീരുമാനം. കാന്തപുരം വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് സർക്കാരിന്റെ നിർണായക നീക്കം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് സർക്കാരിന്റെ നീക്കം? കാന്തപുരം വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്നതാണ് സംസ്ഥാനത്തെ ഏക യുനാനി മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി എന്നുള്ളത്. അതാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കാന്തപുരം വിഭാഗം സാധാരണ രീതിയിൽ തന്നെ LDF-നോട് പിന്തുണ കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് കൂടുതൽ ആ പിന്തുണ ഉറപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേട്ടമായി നമുക്ക് പറയാൻ കഴിയുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കാന്തപുരം വിഭാഗം LDF-മായി അല്പം അകലുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കാന്തപുരം വിഭാഗത്തിന് പൂർണ്ണമായും അവർക്കൊപ്പം നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക്, സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ തീരുമാനം വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2015-ലാണ് ഇവിടെ നോളജ് സിറ്റിയിൽ, കോഴിക്കോട് കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള നോളജ് സിറ്റിയിൽ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ 200-300-ൽ താഴെ വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു വരുന്നു. ഏതായാലും ഈ തീരുമാനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ്. അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗത്തിനെ ഒപ്പം നിർത്താനുള്ള നിർണായക നീക്കവുമാണ്.